ഓരോ പ്രതിഭാസങ്ങളല്ലേ, അത്ഭുതം കേട്ടോ. ഒരറ്റത്ത് കാണുന്ന ആ ഗുഹയിലേക്കാണ് എല്ലാവരും കയറി പോണേട്ടാ. ഞങ്ങളുടെ ദൈവങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാലും ചെയ്താലും അത് സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അങ്ങനെ ആൻറ്റിലോപ്പ് കാനോൺ കാണാനായിട്ട് പോവാണ്. ഇന്ന് വെറൈറ്റി എപ്പിസോഡ് നമ്മൾ കാണിക്കാൻ പോണത്. നമ്മളിപ്പോൾ -4 ഡിഗ്രിയിലാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഒരു വേറൊരു അനുഭവമാണ്. രാത്രി ഒന്ന് കണ്ണടയ്ക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ് നല്ല ഉറക്കം ഉറങ്ങി. നമ്മൾ പകൽ മൊത്തം ഇങ്ങനെ നടക്കുന്ന കാരണമായിരിക്കാം നല്ല ഉറക്കം കിട്ടും രാത്രി തണുപ്പത്തായാലും. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വേറെ റേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ പോണ്. ആൻറ്റിലോപ്പ് കാനോണിൻ്റെ മാസ്മരിക ദൃശ്യങ്ങൾ കാണാനായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 5 മണിക്ക് തന്നെ ഏറ്റിട്ടുണ്ടല്ലോ ഇന്നത്തെ വീഡിയോൻ്റെ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഒക്കെ ഔട്ട് എടുക്കാനായിട്ട് ഏറ്റിരിക്കണം ഇവിടെ. നല്ല ഉറക്കം ഉറങ്ങി. രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കിടന്നു. ഇപ്പം ഞാനൊരു 4:30 ആകുമ്പോൾ ഒരു 7 മണിക്കൂർ ഉറങ്ങി. 1 സ്ട്രെച്ചിൽ ഉറങ്ങി. എന്തായാലും അടിപൊളി. അമേരിക്കയുടെ മരം കൊച്ചര തണുപ്പിലാണ് നമ്മളൊന്ന് കളിക്കണേട്ടാ. തണുപ്പിൻ്റെയൊക്കെ അറ്റത്തേക്ക് നമ്മൾ പോണത്. നമ്മളിതൊന്നും അല്ല കേട്ടോ, നമ്മൾ നോർത്ത് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ നോർത്ത് സൈഡ് ഓഫ് അമേരിക്കയിലേക്ക് കിടക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ -20, -30 വരുന്നത്. എന്തായാലും നമുക്കതൊക്കെ അതിജീവിക്കാനായിട്ടുള്ളൊരു പ്രാപ്തി കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മളിങ്ങനെ ചെറുതിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി നല്ല തണുപ്പിനെ അതിജീവിക്കാനായിട്ട് ബോഡി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. 2024 നമ്മൾ എടുക്കാൻ പോകണം. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് ഒരു 20 കിലോ കുറയ്ക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം. ഇനിയുള്ള വർഷങ്ങൾ നമുക്ക് കൂടുതൽ ആരോഗ്യപ്രദമുള്ള പരിപാടിയാണ്. ട്രാവലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇനിയും മുകളിലേക്കുള്ള സാധനങ്ങൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് പവർ ആവണം. എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ, നല്ല ഹെൽത്തി ഡയറ്റിനുള്ള അഭിപ്രായങ്ങളുടെ ഇടയിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മൾ 2024 20 കിലോനെങ്കിലും കുറയ്ക്കും മിനിമം. ഒപ്പം മാർഷൽ ആർട്സ് പഠിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ മാർഷൽ ആർട്സ് പഠിക്കാനായിട്ടല്ലോ വേറെ സ്ഥലത്തേക്ക് പോവുക. സംഭവം നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ കുട്ടേട്ടൻ്റെ അവിടെ പോയിട്ട് മാർഷൽ ആർട്സ് പഠിച്ചാലും പഠിക്കും. പക്ഷേ നമ്മളൊരു വെറൈറ്റി ടെറൈനിൽ പോയിട്ടാണ് നമ്മൾ മാർഷൽ ആർട്സ് ട്രെയിനിങ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ അതിന് മുമ്പ് ഒരു 10-20 കിലോ കുറയ്ക്കണം. എന്തായാലും എല്ലാത്തിനും നിങ്ങളെല്ലാവരും എൻ്റെ കൂടി ഉണ്ടായിക്കോളൂ. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങാം കേട്ടോ. നമ്മൾ സ്വല്പം മായാലോകത്തേക്കാണ് നമ്മൾ പോകാൻ പോണത്. എന്തായാലും നമുക്ക് ഇവിടെ പറയാം. ഇവിടെല്ലാം ക്യാമ്പ് സൈറ്റാ. ക്യാമ്പ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആവണോ ഏതല്ലേ. നമുക്കൊരു കാപ്പി എടുക്കാം. തുറന്നിട്ടില്ല. തുറന്നുണ്ട്. Come on, son of a... നമ്മൾ രാവിലെ വേണ്ടിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. കുറെ നേരം വണ്ടിയിൽ തന്നെ ഇരുന്നു. കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും വണ്ടിയൊക്കെ എടുത്ത് രാവിലത്തെ കാപ്പി കുടിച്ചോടൊപ്പം ഒന്ന് ഉഷാറായിട്ടോ. നല്ല കാപ്പി കിട്ടി രാവിലെ. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒന്നല്ലേ KFC. രാവിലെ KFC അടിച്ച് കയറ്റുണ്ടല്ലോ. അപ്പൊ വാൾമാർട്ട് അപ്പുറത്തുണ്ട്, പിന്നെ മാക്ഡൊണാൾഡ്സ് ഉണ്ട്. മാക്ഡിയിൽ ഇപ്പൊ ദിവസമായിട്ട് നമ്മള് മാക്ഡിന്ന് കഴിക്കുന്നുണ്ട്. ഇന്നും കൂടിയും കഴിക്കാം. നാളെ മുതൽ നമുക്ക് നല്ല ഫുഡ്, നാളെ മറ്റന്നാൾ മുതൽ നമ്മളൊരു സ്ഥലത്തെത്തും. അപ്പൊ നമുക്ക് നല്ല ഫുഡ് അടിക്കാം. മാക്ഡിന്ന് ഒരു ബർഗർ മേടിച്ചിട്ട് തുടങ്ങാം. അത് നല്ലത്. വാൾമാർട്ട് അവിടെ നിൽക്കട്ടെ പോരാട്ടാ. പെട്ടെന്ന് 2-3 കിട്ടണമെങ്കിൽ മാക്ഡൊണാൾഡ്സിലേക്ക് വേണ്ട. നമ്മൾ വാൾമാർട്ടിൽ പോയിട്ട് എന്ത് മേടിച്ചാലും 5-6 രൂപ വരും. രാവിലെ നമ്മള് മാക്ഡൊണാൾഡ്സിന് തൃപ്തിയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, മാക്ഡൊണാൾഡ്സ് മാത്രം ഒരു റേറ്റ് കുറവുള്ളൂ. നമ്മൾ ഇന്നലെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. $15 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മളിന്ന് $4 2 ബർഗർ മാക്ഡൊണാൾഡ്സിന് ഡീലാണ്. അപ്പോൾ അത് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. വാൾമാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ വൈകിട്ടത്തെ ഫുഡ് വല്ല സലാഡോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു.
രാവിലെ ഇത്തിരി കല്ലം പോലെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നല്ല ഹോട്ടലാണ് നോക്കിയാൽ, നല്ല ഹെവി ബർഗർ കേട്ടോ. ഹെൽത്തി ബർഗർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മുട്ടയ്ക്ക് ഉണ്ട്, അടിപൊളി. നമ്മൾ അല്ല 4-ാമത്തെ ദിവസമാണ് വണ്ടിയിലത്തെ ജീവിതം. നമ്മൾ വണ്ടിയിൽ തന്നെ കിടപ്പും കൂടിയൊക്കെ. അപ്പോൾ അതുപോലെ 4 ദിവസമായിട്ട് ഇങ്ങനെ കുളിക്കാൻ പറ്റും രാത്രി, അത് മാത്രം ഒരു സമാധാനം. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. അമേരിക്കൻ യാത്രയുടെ നല്ല വേരുകൾ തേടിയിട്ടുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉപരി യാത്ര നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴൊരു പ്രത്യേക സുഖം എന്ന് പറയില്ല. നമ്മൾ ഒറ്റയ്ക്കായ പോലെ ഒന്നും ഇല്ല. എന്തൊക്കെ കണ്ടുകൊണ്ട് എന്തൊക്കെ നേടിക്കൊണ്ട് പോകാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആട്ടോ എനിക്കിപ്പോൾ. ആരും ഇല്ലാത്തതിൻ്റെ പരാതി ഒന്നും എനിക്കില്ല. നേരെ കിട്ടുമ്പോൾ പെണ്ണിനെ വിളിക്കും, പിള്ളേരെ വിളിക്കും, കൂട്ടുകാരെ വിളിക്കും, ജിമ്മിയാറിനെ വിളിക്കും, ഷൈജാനെ വിളിക്കും, അങ്ങനെ എല്ലാവരും വിളിച്ചിങ്ങനെ ഓടിക്കും. ചില നേരം നമ്മൾ ആലോചിക്കും അമേരിക്കയിൽ വന്നിട്ട് എന്നിട്ടാണ് സാധനം നീ കാണിക്കുന്നതൊക്കെ. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ. അപ്പൊ നമ്മുടെ വിശ്രമങ്ങളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിനി അടുത്ത മായാലോകത്തേക്ക് പോകണട്ടോ. നമ്മളിനി പോണത് വേറെ അടുത്തേക്കല്ല, ആന്റിലോപ്പ് കനോണിൽ കാണാൻ പോവാം. നമ്മൾ നാളെ ഗ്രാൻഡ് കനോൺ കാണും. നമ്മൾ ഇന്ന് ആന്റിലോപ്പിന്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി കാഴ്ചയാണ്. ലോകത്ത് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തന്നെ എടുക്കാനായിട്ട് പോണത്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുത്തെ നവാജോ ട്രൈബ്സ് ആണ് ആ ഒരു ടൂർ നടത്തുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലത്തെ ഏറ്റവും വലിയ ട്രൈബുകളിൽ ഒന്നാണ് നവാജോ ട്രൈബ്. അപ്പൊ ആ ട്രൈബുകാരാണ് ഈ ടൂർ നടത്തുന്നത്. ഇത് ഒരു നമ്മുടെ വണ്ടിയിലല്ല പോണത്, നമ്മൾ വേറെ അവരുടെ വണ്ടിയിലാണ് പോണത്. അപ്പൊ ആദ്യം നമുക്ക് അവരുടെ ഓഫീസിലേക്ക് പോയിട്ട് അവരുടെ ഓഫീസിൽ നിന്ന് വേണം അവരുടെ വണ്ടിയിൽ നമ്മൾ 4x4 നമ്മൾ ദുബായിലൊക്കെ പോലെ അതേപോലെ പോയിട്ട് വേണം ഈ ഒരു മായ കാഴ്ച കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഫോട്ടോസൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ക്ലാസ് ആക്കാൻ പോവാം. ഇനിയുണ്ട് പവറല്ലേ. അങ്ങനെ നമ്മള് നമ്മുടെ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബേർഡ് ഹൗസ് ഫ്രൈഡ് ചിക്കൻ, നല്ലൊരു പേരാണല്ലോ അല്ലേ. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓൺ ദി ലെഫ്റ്റ് സൈഡ് എന്നാണ് പറഞ്ഞാ. ഓക്കെ നമ്മള് ആന്റിലോപ്പ് സ്ലോട്ട് കാനോൺ ടൂറാണ് നമ്മള് സെറ്റ് ചെയ്തിരിക്കണടാ. നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൂക്കായിട്ടാണ് റെഡി ആക്കുന്നതാ. അങ്ങനെ നമ്മൾ ആന്റിലോപ്പ് കാനോൺ കാണാനായിട്ടുള്ള യാത്ര തുടങ്ങാടാ. നമ്മുടെ കപ്പിത്താൻ ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ കുറേ വണ്ടികൾ കാണാടാ നമുക്ക് 4x4. ഇത് ഫോർഡിന്റെ 250 350 ഭയങ്കര ഭീകര ഹൈറ്റുള്ള വണ്ടിയാട്ടാ. നമ്മളിടയ്ക്ക് നമ്മുടെ ബോബി ജമ്മൂറിന്റെ വണ്ടി ഇതേപോലെ സാധനം കണ്ടുകൂടാ. ഇതിൻ്റെ ഉള്ള നമ്മൾ പോണത്. നമ്മൾ 12:25 സ്ലോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കണടാ. അപ്പോൾ ഈ ടൂർ നടത്തുന്നത് ഇവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾസായ നവാജോ പീപ്പിളാണ്. നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ റെഡ് ഇന്ത്യൻ എന്ന് പറയാറില്ലേ, ആ ആൾക്കാരാണ് ഇവിടുത്തെ ടൂർ നടത്തുന്നത്. ഇത് നവാജോ നാഷണൽ എന്ന് പറഞ്ഞ റീജിയനിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാ ഓപ്പറേഷൻ നടത്തുന്നത് നവാജോ ട്രൈബിനുണ്ടാ. വിഷ്വലിൻ്റെ ഒക്കെ പീക്ക് കാണാൻ നമ്മൾ പോകണേട്ടാ. ലോകത്ത് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത വിഷ്വൽസ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത്. എന്തായാലും ടീം ട്രാവലിസ്റ്റ ഈ ഒരു മൈൽ സ്റ്റോൺ കൂടിയും ക്രോസ് ചെയ്യാൻ പോട്ടാ. നമ്മൾ നമ്പർ 4 വണ്ടിയിലാണ് പോണേട്ടാ. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം $100 നമ്മൾ ഈ ട്രിപ്പിന്റെ റേറ്റ് വരുന്ന ഒരാൾക്കിട്ടാ. ഈ നിൽക്കണതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ. ഇവിടുത്തെ മുഖം കണ്ട നമ്മൾ പെറുവിലൊക്കെ ആൾക്കാരെ കണ്ടില്ല, അവരുടെ ഒരു ചെറിയ മുഖം. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഹിമാലയൻ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഒരു ചെറിയ ചായ ആട്ടോ ഇവിടുത്തെ റെഡ് ഇന്ത്യൻസിന്. എന്തായാലും നമുക്ക് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതാണ് നമ്മുടെ കപ്പിത്താൻ്റെ ഒരു വേഷവിധാനം കണ്ട. കരയിലത്തെ ചെറിയ ടോർച്ച് ഉണ്ട്, കൈമൊക്കെ ഫുള്ള് വെറൈറ്റി സാധനങ്ങളാണ്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാട്ടോ. അങ്ങനെ നവാഹോ ട്രൈബിന്റെ കൂടെ അല്ലെങ്കിൽ നവാഹോ ട്രൈബൽ ആൾക്കാരുടെ കൂടെ നമ്മൾ ലോകത്തിലെ അടുത്തൊരു മിറാക്കിളായിട്ടുള്ള അപ്പർ ആന്റിലോപ്പ് കാനിയോൺ ഈ ടൂർ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നവാഹോ ട്രൈബിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ടൂർ നടത്താനായിട്ടുള്ള അധികാരമുള്ളൂ. വേറെ ഗവൺമെന്റ് വേറെ ഇംഗ്ലീഷുകാർ ആരും ഈ ടൂർ നടത്തില്ല. നമ്മൾ മാച്ചുപിച്ച് കാണാൻ അഗ്വാസ് കാലിൻഡിയനിലേക്ക് പോയപ്പോൾ അവിടെ നമ്മൾ പോയത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ബസ്സിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഈ നവാഹോ ട്രൈബ് നടത്തുന്ന യാത്രയാണ് നമ്മുടെ ആന്റിലോപ്പ് കാനിയോൺ യാത്ര.
അങ്ങനെ നമ്മൾ ആൻറ്റിലോപ്പ് കാനിയോൺ കാണാനായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റിനും കൂടെ വണ്ടിയിലിരുന്നു. ഒരുപാട് ദേശങ്ങളിൽ നിന്ന് ആൾക്കാർ, ചൈനീസ്, ഫ്രഞ്ച്, സ്പാനിഷ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കണ കാരണം നമുക്ക് വ്ളോഗായിട്ടോ അല്ലെങ്കിൽ സംസാരമായിട്ടോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളധികം വ്ളോഗ് ചെയ്യാനകത്ത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവർ മെയിൻ റോഡിൽ നിന്ന് നേരെ മണ്ണിട്ട വഴിക്ക് വണ്ടി തിരിക്കണം. മണ്ണിട്ട വഴിക്ക് വണ്ടി തിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആഫ്രിക്കയിലൊക്കെ വണ്ടി ഓടിച്ച പോലെ പെടച്ച് പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആട്ടോ. അവർ ഡ്രൈവർമാർ എപ്പോഴും കൈ കാണിക്കലും ഹോൺ അടിക്കലൊക്കെ ആയിട്ട് ഒരു ഇന്ത്യൻ ടച്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. ഇയാളുടെ ഡ്രൈവിംഗ് ശൈലി കണ്ടപ്പോൾ ഈ മഡ് റോട്ടിലൂടെയൊക്കെ അവർ ഫുള്ള് അടിച്ച് വിടണ്. അങ്ങനെ നിൽക്കുന്ന നേരത്ത് കുറേ ഒരു കൂട്ടം വണ്ടികൾ കണ്ടു അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണം. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ കുറേ ആൾക്കാർ വേറെ വണ്ടിയിൽ നിന്ന് ഇതേപോലെ ഇറങ്ങുന്നുണ്ട്, ഓപ്പൺ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ട് എത്തിരിക്കട്ടാ. ഒരു 15 മിനിറ്റോളം നമുക്ക് ട്രാവൽ ഉണ്ടായിരുന്നു റോഡിക്കെത്താൻ. അപ്പോൾ നമ്മുടെ മുമ്പിൽ പോണ ആൾ നമ്മുടെ കപ്പിത്താണ്ടാ. പുള്ളിക്കാരൻ്റെ പിന്നാലെ പോകാനാണ് നമ്മളെല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4ാമത്തെ വണ്ടിയിലെ കപ്പിത്താൻ്റെ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. കുറേ ആൾക്കാർ നടന്ന് കൂടുന്നുണ്ട് നമ്മുടെ കൂടെ. ഇതൊരു പ്ലെയിൻ ആയിട്ടില്ല, ഞാൻ വിചാരിച്ച ഒരു ക്ലിഫിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി പോകണമെന്ന്. അവിടെ അറ്റത്ത് കാണുന്ന ആ ഗുഹയിലേക്കാണ് എല്ലാവരും കയറി പോകണം കേട്ടോ. നമ്മുടെ ആളുകൾ നമ്മളെ നിയന്ത്രിക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ വേറൊരു വെർഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളതിൻ്റെ അകത്തേക്ക് കയറാൻ പോട്ടാ. ഈ നവാഹോ ട്രൈബിലെ ഗൈഡ് എന്നൊക്കെ പറയുമെങ്കിലും ഇവർക്ക് പുള്ളിക്കാരൻ നമ്മുടെ കൂടെയുള്ള ആളാണ്. അവിടുത്തെ ഒരു മൂപ്പരാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. എല്ലാവരും മൂപ്പനെ കാണുമ്പോൾ സല്യൂട്ടും അല്ലെങ്കിൽ ഹായ് ബൈ പറയുന്നുണ്ട്. അത് കാരണം തന്നെ നമുക്ക് പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞെന്നും ഞങ്ങളുടെ ദൈവങ്ങൾ ഇവിടെയാണ് കൂടിയിരിക്കുന്നത്, ഇവിടെ ഒരു ശക്തിയുണ്ട്, ഇവിടെ നമ്മൾ എന്ത് വന്ന് നമ്മൾ പ്രാർത്ഥിച്ചാലും ചെയ്താലും അത് സാധിക്കും. അങ്ങനെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ എടുത്തു പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1917 ഗൈഡും ആൾക്കാരും കൂടി എൻ്റെ അകത്തേക്ക് കയറി ആൻറ്റിലോപ്പ് കാനിയോൺ കാണാൻ കയറിയപ്പോൾ മഴ പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പോൾ വെള്ളം വരലും പ്രളയം വരലേക്കാണ് ഈ ഒരു ഏരിയയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ 15 ആൾക്കാർ ആ സമയത്ത് മരിച്ചു. അന്ന് ഉണ്ടായ ഗൈഡ് മാത്രമേ രക്ഷപ്പെട്ടു എന്നാണ് പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ മഴയുള്ള സമയത്ത് പോകുന്നത് സ്വല്പം റിസ്ക്കാണ്. മഴയുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ വെള്ളം കയറാം. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു അത്ഭുത കാഴ്ച കാണാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും കിട്ടി. എന്തായാലും ആൻറ്റിലോപ്പ് കാനിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു. അത് ഞാൻ ശരിക്കും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ട് ആസ്വദിച്ച് തന്നെ നിന്നു. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ നമ്മൾ ആൻറ്റിലോപ്പ് കാനിയോണിൻ്റെ അകത്തേക്ക് കയറാൻ പോവാം. നമ്മൾ ആൻറ്റിലോപ്പ് കാനിയോണിൻ്റെ ഫോട്ടോകൾ കണ്ടിട്ടാണ് ശരിക്കും അതിനോട് പ്രണയം തോന്നിയത്. ശരിക്കും അവിടെ എത്തുമ്പോഴാണ് ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കണത്. നമ്മൾ ഗ്രാൻഡ് കാനിയോണിലേക്ക് ഇനി പോണു. നമ്മൾ കഴിഞ്ഞ ദിവസം കൊളറാഡോ റിവറിന്റെ അതിഭയാനകമായ വൃക്ഷത്തിനെ പറ്റി പറഞ്ഞു, ഗ്ലെൻ ഡാം പണിതതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിൽ വെള്ളപ്പൊക്കം വരാം. ഇപ്പൊ നമ്മൾ നടന്നു വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇതിലെ ആൻറ്റിലോപ്പ് കാനിയോൺ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന് അപ്പർ ആൻറ്റിലോപ്പ് കാനിയോണും 2 ലോവർ ആൻറ്റിലോപ്പ് കാനിയോണും ഉണ്ട്. ഈ അപ്പർ ആൻറ്റിലോപ്പ് കാനിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഗുഹ എന്നൊക്കെ തോന്നും, ഇടുക്കിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നടന്നു പോണത്. ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിരിക്കും. രണ്ട് ഭംഗിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അപ്പർ ആൻറ്റിലോപ്പ് കാനിയോൺ തന്നെയാണ്. ഈ കാനിയോണിന്റെ ചരിത്രം നമ്മൾ കാണുമ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ചരിത്രം പറയാണ്ട്. ഈ പറഞ്ഞ നവാഹോ ട്രൈബിലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഗൈഡുമാരടക്കം ഇതിന്റെ അകത്ത് കയറുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങൾ ഒരുപാട് ഇതിന്റെ അകത്തുണ്ടെന്നാണ് പറയണത്. ഇതിങ്ങനെ മോൾഡ് ചെയ്ത് വരാനായിട്ടുള്ള കാരണം ഒന്ന് ഇവിടുത്തെ പാറകളുടെ പ്രത്യേകതകളുണ്ട്. ഇവിടെ ഒരുപാട് വെള്ളപ്പൊക്കവും പ്രളയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പ്രളയം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ ഇവിടുത്തെ മണ്ണ് ഈ ശരിക്കും സാൻഡും മണ്ണും വെള്ളം കൂടിയിട്ട് ഈ ഗുഹയെ കൂടെ അല്ലെങ്കിൽ ഈ ഇടുക്കി കൂടെ പോകുമ്പോൾ അങ്ങനെ ഉരസിയിട്ടാണ് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഉണ്ടായി വന്നൊരു പ്രതിഭാസമാണ് ഈ അപ്പർ ആൻറ്റിലോപ്പ് കാനിയോൺ. നമ്മളിപ്പോഴും പറഞ്ഞ പോലെ വെള്ളത്തിന്റെ ശക്തി അല്ലെങ്കിൽ പ്രകൃതിയുടെ ശക്തിയിൽ ഉണ്ടായി വന്ന നാച്ചുറലായിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അപ്പർ ആൻറ്റിലോപ്പ് കാനിയോൺ. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചൂടുകാലത്തും നിങ്ങൾക്കറിയാം ഇതൊരു വലിയൊരു ഡെസേർട്ടാണ്. എത്ര ചൂടുകാലത്തും പുറത്ത് ഇപ്പോൾ 40 ഡിഗ്രി 50 ഡിഗ്രിക്ക് ആണെങ്കിൽ തന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ
നല്ല കൂളിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ വിന്ററിൽ വന്ന കാരണം പുറത്തുള്ള തണുപ്പിനേക്കാളും നല്ല തണുപ്പാണ് അകത്തിട്ടാ. അതിനൊക്കെ ഉപരി ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പർ ആന്റിലോപ്പ് കാനിയോൺ കാണണം. ഒരുപാട് സിനിമകളിലും ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു സംഭവം നേരിട്ട് കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവം ഒരു പ്രത്യേകത തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും അമേരിക്കയിലുള്ളവരോ അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വണ്ടർ തന്നെയാണ് ഈ ആന്റിലോപ്പ് കാനിയോൺ എന്ന് പറയുന്നത്. ഈ കാനിയോണിന്റെ അകത്ത് ജോർജ് ബുഷിന്റെ പോലത്തെ മുഖമുണ്ട്, ട്രംപിന്റെ പോലത്തെ മുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഷേപ്പിന്റെ ആകൃതിയില്ലേ അവര് ഇങ്ങനെ കളിതമാശ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഓരോ ഭരണാധികാരികളുടെ ഒബാമയുടെ മുഖത്തിന്റെ ഷേപ്പിലൊക്കെ കല്ലുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ കാണിച്ചു തന്നു. ഇതിനേക്കാൾ ഉപരി ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര വിശ്വാസമാണ്. ഇതിന്റെ അകത്ത് ദൈവങ്ങൾ കുടിയിരിക്കുന്നുണ്ട്. ദൈവങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ആന്റിലോപ്പ് കാനിയോൺ. അതുകൊണ്ട് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ഈ നവാഹോ ട്രൈബുകളിലെ ആൾക്കാർ ഒറ്റയ്ക്ക് ആരും അകത്തേക്ക് കയറി പോവില്ല എന്നാണ് പറയണത്. ആൾക്കാർ ഉള്ളപ്പോഴോ കൂട്ടമായോ പോകണമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ, നമ്മുടെ നവാഹോ ട്രൈബ് അപ്പാപ്പൻ ഒരു ഓടക്കോല് പോലത്തെ സാധനം എടുത്തിട്ട് 3-4 ഓടക്കോല് ഒരുമിച്ച് വെച്ച് അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഓടക്കോല് എടുത്തിട്ട് പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴല്ലോ എല്ലാവരും സ്റ്റക്കായി. ഒരു പ്രത്യേക മുഴക്കും പിന്നെ ഈ മ്യൂസിക്കിനോടൊപ്പം തന്നെ ആവർത്തൊരു മുഴക്കം. ആന്റിലോപ്പ് കാനിയോണിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഉള്ളൊരു മുഴക്കുണ്ടല്ലോ, ആ മുഴക്കത്തിനും ഭയങ്കര വാല്യൂ ആണ്. കേട്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള റെഡ് ഇൻസിൻ്റെ പാട്ട് നമ്മൾ കേട്ടോ. ഇതൊരു അത്ഭുത ലോകം കേട്ടോ. വേറൊരു ലോകത്തിൽ നമ്മൾ ലൈറ്റ് സ്വല്പം മറഞ്ഞു പോയിരിക്കുക. കാർമേഘങ്ങൾ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ സ്വല്പം ഒന്ന് മറഞ്ഞു. പക്ഷേ ഇതിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നല്ല വിഷ്വൽസ് ഉണ്ടാവും. വേറൊരു ലോകം കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. കണ്ടിട്ട് ഞാൻ എങ്ങനെ നടക്കണമെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു വേൾഡിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കണം കേട്ടോ. എന്തിട്ടാ വിഷ്വൽസ്. ഇത് വിഷ്വൽസ് ഞങ്ങൾ പറഞ്ഞേ ഒരു വേറൊരു ഫീലിംഗ് ആണ് എൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ. ഇടുങ്ങിയ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കണം. മുകളിൽ സൂര്യേട്ടൻ നമ്മൾ നോക്കി ചിരിക്കണം കേട്ടോ. കൂടെ വന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഒരു രക്ഷയില്ല. നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ വരെ എൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോട്ടോ എടുത്തു പോട്ടാ. അതേപോലത്തെ ഒരു അവസ്ഥ. എന്നിരുന്നാലും ഭൂമിയിലെ അല്ലെങ്കിൽ പ്രകൃതിയിലെ ഒരു പ്രതിഭാസം കൊണ്ടുണ്ടായ ഈ ഒരു വലിയ അത്ഭുതം കണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴേ ഇവിടെ നല്ല വെയിൽ, അതിൻ്റെ ഉള്ളിൽ വെയിലില്ല. ചില ഫോട്ടോസൊക്കെ നോക്കുമ്പോഴേ ഉള്ളിൽ നല്ല ലൈറ്റിങ്ങാണ്. അപ്പോൾ ഓരോരുത്തർ ഭാഗ്യം പോലെ ഇരിക്കട്ടോ. എന്തായാലും വേറൊരു അനുഭവം എൻ്റെ ഉള്ളിൽ. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ സൈഡിലൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ആന്റിലോപ്പ് കാനിയോൺ കാണണം. നമ്മൾ നാളെ കാണാൻ പോകുന്നത് നമ്മുടെ ഗ്രാൻഡ് കാനിയോണാണ്. പക്ഷേ ഈ ആന്റിലോപ്പ് കാനിയോൺ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാട്ടോ, വേറെ ലെവല്. ഒരു ചെറിയൊരു കേവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ടോ. അവിടെ നിന്ന് അങ്ങനെ വന്ന് നമ്മൾ ഇവിടെ നിന്ന് കയറിയിട്ടോ. ഭൂമിയുടെ കുറേ പ്രതിഭാസങ്ങളല്ലേ, അത്ഭുതം കേട്ടോ. ഞാൻ സന്തോഷിക്കുന്നത് എനിക്കിതൊക്കെ കാണാൻ പറ്റിയല്ലോ. അത് നിങ്ങളൊക്കെ അതൊരു കാരണം കേട്ടോ. ഇതിൽ ഇവിടെ വന്ന് കാണാൻ പറ്റാത്ത എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഓ ഭയങ്കര പോയി ചിന്തിക്കാൻ പറ്റില്ല. നമ്മളവിടെ കയറി വരുമ്പോഴേ കാലുമ്മ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത ആൾക്കാർക്ക് അവരിങ്ങനെ ഒരു വഴി ഒരുക്കിയിരിക്കട്ടോ. അത് അടിപൊളി. ഇവിടെ മണ്ണും കല്ലൊക്കെ അല്ലേ. അപ്പോൾ വയസ്സായ ആൾക്കാരായാലും
ആര് വന്നാലും ഇവിടെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ എവിടെയെങ്കിലുമൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ ബുദ്ധി കേട്ടോ. അങ്ങനെ നമ്മൾ ടൂർ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ കപ്പിത്താളിക്ക് തന്നെ എത്തിയിട്ടാ. ഭയങ്കര ഒരു വേൾഡാണ് മക്കളെ, ഒരു രക്ഷയില്ല. നമ്മൾ വിചാരിക്കും ഇന്നലെ കണ്ടപ്പോൾ പോലത്തെ സാധനം നമ്മളിന്ന് കാണാൻ പോകണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെ എത്തുമ്പോഴില്ലേ ടോട്ടലി വേറെ. ടോട്ടലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീലിങ്. കളറ് മാത്രം റെഡ് അല്ല അവിടുത്തെ ഉണ്ട്, ബാക്കിയുള്ള ഫീലിംഗ് ഉണ്ടല്ലോ അത് വേറൊരു തരത്തിലുള്ള സാധനമാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് കാണണ്ട, അതൊരു ഭയങ്കര സംഭവമാണ്. അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഒരു രക്ഷയില്ലാതെ വേറെ ഒരു ലെവലാണ്. അപ്പൊ നമ്മള് ആന്റിലോപ്പും കണ്ടു, അങ്ങനെ അതും അടിച്ചു എന്ന് പറയില്ലേ. അമേരിക്കയിൽ നമ്മൾ കരുതി വെച്ച സാധനം തന്നെ ആദ്യം തന്നെ കയറി അടിച്ചു. അപ്പൊ നമ്മൾ ഇനി പോണത് അടുത്ത വേൾഡ് വണ്ടറാണ് മക്കളെ, ഗ്രാൻഡ് കാനിയോൺ. ഗ്രാൻഡ് കാനിയോണിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്യണമെന്ന് തോന്നണം. ഞാൻ ഗൂഗിൾ അമ്മിച്ചിനെ ഇട്ട് നോക്കണം നമുക്ക്. എന്തായാലും ഇന്ന് രാത്രി നമ്മൾ ഗ്രാൻഡ് കാനിയോണിൽ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് നാളെ രാവിലെയാണ് ഗ്രാൻഡ് കാനിയോൺ കാണാൻ പോണത്. അത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലത്തെ വേൾഡ് നാച്ചുറൽ വണ്ടേഴ്സിലെ അടുത്ത ഐറ്റമാണ്. എന്തായാലും നമ്മുടെ ട്രാവൽസ് ഫാമിലിയുടെ അടുത്ത നാച്ചുറൽ വണ്ടറാണ് നമ്മൾ ഇനി അടിക്കാൻ പോണത്. ഇവിടുന്ന് എത്ര മണിക്കൂറിന് നമുക്ക് നോക്കട്ടോ. അപ്പൊ നമുക്ക് ഗ്രാൻഡ് കാനിയോണിലേക്ക് ആന്റിലോ കാനിയോണിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂറാണ് ഡ്രൈവ് വരണം കേട്ടോ. നമുക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-4:30 ആകുമ്പോഴേക്കും തമ്പരാ സഹായിച്ച് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അമേരിക്കയിലെ ആന്റിലോ കാനിയോണിൽ നിന്ന് നമ്മൾ ഗ്രാൻഡ് കാനിയോണിലേക്കുള്ള യാത്ര തുടരുന്നു കേട്ടോ. അടിപൊളി. വിജനമായ വഴിയാട്ടാ. മരങ്ങളൊന്നും വലിയ മരങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു കുറ്റിച്ചെടികൾ മാത്രം അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. വിജനതയിൽ കണ്ണെന്നിട്ട് വണ്ടി ഓടിക്കാന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ഫീലിംഗ് നമ്മൾ ട്രൈബ് കൊണ്ടിട്ടാ. നവാഹോ എന്നാണ് പറയണത്, നവാജോ എന്നല്ല, നമ്മൾ നവാജോ എന്ന് പറഞ്ഞ നവാഹോ ട്രൈബ് എന്നാണ് ഇവരെ പറയണ കേട്ടോ. നമുക്ക് ആ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ കേവുകൾ കാണാം. ഇതുണ്ട ലെഫ്റ്റ് സൈഡിലാണ്. ഇതൊക്കെ ഇതിന്റെ ഇവിടുത്തെ ഭൂപ്രദേശത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയ അല്ലേ. എന്തോരം മൈൽസ് കിലോമീറ്റേഴ്സ് ഇങ്ങനെ പരന്ന് കിടക്കാന്ന് ആലോചിക്കുക. ഒറ്റ ഷോപ്പും പെട്രോൾ അടിക്കാനുള്ള സ്റ്റേഷനൊന്നും ഇല്ലടാ. വെച്ചലക്കണ് ലെഫ്റ്റ് സൈഡില് കൂറ്റം മലനിരകളുണ്ട്. വിജനമായ വഴി നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ടാ. നമ്മള് വീണ്ടും നമ്മുടെ സീനിക് റൂട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞോട്ടാ. ഗ്രാൻഡ് കാനിയോണിലേക്ക് ഇവിടുന്ന് ഏകദേശം 90 മൈലാണ് കാണിക്കണേട്ടാ. 90 കിലോമീറ്റർ, 97 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മൈലായി? 50 മൈലാണ് കാണിക്കണേട്ടാ. ഇങ്ങനെ വെച്ച് പിടിക്കണം നമ്മളിട്ടാ. നമ്മുടെ ഇത്രയും നാൾ ലോകയാത്രയിലെ ആഫ്രിക്കൻ ടെറയിലാണ് നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു മൂഡ് പിടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സൗത്ത് അമേരിക്കയിലൊന്നും ഈ ടെറയിൻ ഇങ്ങനെ മലമുകളിൽ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടിയില്ല. ബൊളീവിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് വേറൊരു ഫീലിംഗ് ആയിരുന്നു. നമീബിയയില് കണ്ട ടെറയിനോട് സാമ്യപ്പെടുത്തുന്ന അതേ വിഷ്വൽസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേട്ടാ. രക്ഷയില്ല. ഡ്രൈവ് തന്നെയാണ്. നമ്മളിപ്പോ ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിന്റെ അകത്തേക്ക് കയറിയിരിക്കട്ടാ. ഇവിടെ വന്നപ്പോ ഒരു കാടിന്റെ അകത്തേക്ക് വന്ന പോലത്തെ ഒരു ഫീലിംഗ് ഇല്ലാട്ടാ. അധികം വലിപ്പമൊന്നുമില്ല, അധികം ഹൈറ്റ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അധികം ഹൈറ്റ് ഒന്നുമില്ല. ടെറൈന് മരങ്ങൾക്കൊക്കെ ഒരു 2-3 ആളുടെ ഹൈറ്റ് ഒക്കെ ഉള്ള മരങ്ങൾക്ക്. നമ്മള് സൗത്ത് ഗ്രാൻഡ് കാനിയോണാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോണത്. നോർത്തിനേക്കാളും ബ്യൂട്ടിഫുൾ സൗത്ത് ആണെന്ന് പറയണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൗത്തിലേക്ക് പോണത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് കാനിയോണിന്റെ ഭാഗം ക്രോസ് ചെയ്തിട്ട് പോണത്. ഇത് വിന്റർ ടൈം ആണെങ്കിലും ഉണ്ടല്ലോ ഇവിടെ ഫുൾ പച്ചപ്പാട്ടാ, ഒരു രക്ഷയില്ല. എന്തായാലും നമ്മള് നമ്മുടെ ഗ്രാൻഡ് കാനിയോൺ വേൾഡ് വണ്ടർ ആയിട്ടുള്ള ഗ്രാൻഡ് കാനിയോൺ അതിന്റെ പ്രൗഢോടുകൂടി ചെയ്യാനാണ് പോണത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 54 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് നമ്മള് നമ്മുടെ കപ്പിത്താനെ കൊണ്ട് സമാധാനമായിട്ട് ക്യാമ്പ് ചെയ്യും. നാളെയാണ് നമ്മുടെ ഗ്രാൻഡ് കാനിയോൺ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഗ്രാൻഡ് കാനിയോൺ 2 മില്യൺ വർഷങ്ങൾ മുമ്പുള്ള കഥകൾ നമ്മൾ പറയാൻ പോണത്. നാളെ നല്ല അടിപൊളിയായിട്ട് എടുക്കുന്ന പ്രതീക്ഷയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇതൊക്കെ കാണുമ്പോൾ ഒരു ത്രില്ല് മേത്ത് കയറി വരാട്ടാ. ആ സ്വപ്നത്തിന് പിന്നാലെ നമ്മൾ പോയിട്ട് അമേരിക്കയിൽ വന്നിട്ട് വണ്ടി ഓടിച്ച് ഗ്രാൻഡ് കാനിയോൺ ഒറ്റയ്ക്ക് കാണാൻ വരാന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു മനസ്സിന്റെ ഒരു കോൺഫിഡൻസ് ലെവലാണ്. അത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഈ മൊമെന്റ് നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം. എന്തായാലും അതൊരു നമ്മുടെ ഫാമിലിയുടെ വലിയൊരു വിജയമാണ്. നമ്മൾ ഇവിടെ അല്ലെങ്കിൽ നാച്ചുറൽ വണ്ടർ അടിക്കാനായിട്ട് പോവുകയാണ് നാളെ. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻ നൽകി ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് കാനിയോണിനെ പറ്റിയിട്ട് നമ്മൾ ഓരോ ടെറൈനിൽ നമ്മൾ കൂടുതൽ ഓരോന്നിനെ പറ്റി പഠിക്കണം. ഇവിടെ ഫുള്ള് മരങ്ങൾ നിൽക്കുക, ഒരു തരി ഗ്യാപ്പില്ലാണ്ട് മരങ്ങൾ ഇങ്ങനെ തിക്കി നിൽക്കുക. നമ്മുടെ ആമസോണിലൊക്കെ കണ്ട പോലെ അങ്ങനത്തെ റൂം മൂടല്ല, ഇത് വേറെ മൂടാണ്. എന്നാലും ഈ മരങ്ങൾ ഇങ്ങനെ കുനുകുനാന്ന് പറഞ്ഞിട്ട് നിൽക്കടാം. ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞ ഗ്രാൻഡ് കാനിയോൺ എത്രയോ വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള ഭൂമിയുടെ പ്രതിഭാസമാണ് നമ്മൾ കാണാൻ പോണത്. നമ്മൾ പ്രകൃതിയുടെ ഒപ്പം, ഞാനൊരു പ്രകൃതി വിശ്വസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മള് ഭൂമിനെ കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള ഇങ്ങനത്തെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭൂമിയുടെ അത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ്. ആ എനർജി എനിക്ക് ഈ മണ്ണിലേക്ക് വരുമ്പോൾ എനിക്ക് അത് ശരിക്കും ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഗ്രാൻഡ് കാനിയോൺ നമ്മള് പവർ ആക്കാണ്ട് ഇവിടെ നിന്ന് വിട്ടില്ല. അമേരിക്കയില് നമ്മുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു ടെറൈനാണ് ഗ്രാൻഡ് കാനിയോൺ. അയ്യോ, ഇതിവിടെ എന്തൊരു പരിപാടിയൊക്കെ വരുന്നുണ്ടാ. പൈസ കൊടുക്കണാണാവോ? പൈസ കൊടുക്കണമെന്നുണ്ട്. നാഷണൽ പാർക്കിന്റെ കാർഡ് മതിയാണോ? നമ്മൾ ഓൾറെഡി നാഷണൽ പാർക്കിന്റെ കാർഡ് എടുത്തിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. I have card swipe? Yes. Oh, ഭാഗ്യസ്ഥ. 35 രൂപയാണല്ലേ? Thank you. ഗ്രാൻഡ് കാനിയോൺ ഈ കാർഡ് നിങ്ങൾ എടുത്ത് വെച്ചോട്ടാ. അപ്പോ 80 രൂപ നേരത്തെ അന്ന് നമ്മള് മറ്റേ ഡ്യൂൺസ് കാണാൻ പോയപ്പോ ഒരു ഭയങ്കര വിഷമായിരുന്നു. ഇപ്പൊ ഇവിടെ 35 രൂപയുടെ എൻട്രി ഫീസ്. ഓ, സമാധാനായിട്ടാ. ഇത് നമുക്ക് അമേരിക്ക മൊത്തം കറങ്ങുമ്പോൾ എല്ലാ നാഷണൽ പാർക്കിലും ഉപയോഗിക്കാം കേട്ടോ. ആദ്യം നിങ്ങൾ വണ്ടി എടുത്ത് കറങ്ങുകയാണെങ്കിൽ ആദ്യം കാണുന്ന നാഷണൽ പാർക്കിൽ കുറെ എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന നാഷണൽ പാർക്കിൽ നിന്ന് സാധനം എടുക്കണം കേട്ടോ. കലക്ക സംഭവമായി കയറുമ്പോൾ തന്നെ പോസിറ്റീവ് ആണല്ലോ ഈശ. പ്രകൃതിനെ പറ്റി പറഞ്ഞോളൂ. 500 ഫീറ്റ് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പറഞ്ഞ ഫസ്റ്റ് വ്യൂ. പക്ഷെ നമ്മളിപ്പോ ഗ്രാൻഡ് കാനിയോൺ കാണാൻ പോകണില്ല. നമ്മള് നാളെയാണ് നമ്മുടെ ഗ്രാൻഡ് കാനിയോണിന്റെ ദിവസം. നമ്മൾ ഗ്രാൻഡ് കാനിയോൺ നാളെ തകർത്താടിയിട്ട് ഇവിടെ നിന്ന് പോകണല്ലോ. നമ്മളെ വേഗം നമ്മുടെ ക്യാമ്പ് സൈറ്റ് പിടിച്ചിട്ട് ഇന്നത്തെ സ്റ്റേ നമുക്ക് ഉറപ്പിക്കാം. എന്നിട്ട് നാളെ രാവിലെ മുതൽ നമ്മൾ ഗ്രാൻഡ് കാനിയോണിന്റെ പിന്നാലെ നടക്കണം. പിന്നാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിനെ തേടി നടക്കാന്ന് പറയില്ലേ, ആ കേസാട്ടാ. ഊഫ്, എന്തൊട്ടാ വിഷ്വല്. ഈ കാനിയന്റെ അടുത്ത് വന്നപ്പോഴല്ലേ നോക്കിയാ മരങ്ങളൊക്കെ നിക്കണാ. ഒരു അത്ഭുതങ്ങൾ സംഭവിക്കണ. ഫുള്ള് മരങ്ങൾ നിക്ക. ഇത്രയും നേരം ഡ്രൈ ലാൻഡ് ആയിരുന്നു. ദ ഗ്രാൻഡ് കാനിയന്റെ അടുത്ത് എത്തിയപ്പോ ഫുൾ മരങ്ങള്, അതും ഗ്യാപ്പ് ഇല്ലാണ്ട് മരം വലുതായി നിക്ക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാക്കണ മരങ്ങളൊന്നുമല്ല, ഒക്കെ നമ്മുടെ ക്രിസ്മസ് ട്രീ പോലത്തെ മരങ്ങൾ ഇങ്ങനെ കുനുകുനാന്ന് ഉണ്ടായി നിക്കാട്ടാ. വാവ്, ഇതൊക്കെ ഒരു അത്ഭുതട്ടാ, ഒരു രക്ഷയില്ല. ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണ്ടാവും. ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന്. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മള് നോർത്തേൺ ഗ്രാൻഡ് കാനിയോണിൽ നിന്ന് സദേൺ ഗ്രാൻഡ് കാനിയോണിലേക്ക് എത്തിയിരിക്കണം. ഇവിടെയാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന ഒരു ക്യാമ്പ് സൈറ്റ് ഉള്ളത് കേട്ടോ. നമുക്ക് ഇവിടെ ടൂറിസ്റ്റ് ഇൻഫോർമേഷനിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ജസ്റ്റ് അടുത്ത സ്റ്റെപ്പ് പിടിക്കാം. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം, കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇതൊക്കെ നമുക്ക് ഇവിടെ പിടിക്കാം, എന്തെങ്കിലും നോക്കാം എന്നിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ ഒരു സെൻട്രൽ സ്റ്റോർ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് മേടിച്ച് കഴിക്കാൻ പറ്റാന്ന് നോക്കാം. ഭയങ്കര പൈസയാവും, അങ്ങനെ ഉണ്ട് കേട്ടോ. തൊട്ട കാശാവെന്ന് പറഞ്ഞ പോലെ കേട്ടോ. ഇവിടെ ഹമ്മർ ടൂറൊക്കെ ഉണ്ടോ? ഹമ്മർ നോക്കിയാ കല്ലക്കിലോ അല്ലേ. ഒരു ഹമ്മറിനെ ഞാൻ ആദ്യം തുറന്നോട്ടോ. അമേരിക്കൻ മിലിറ്ററിയുടെ വണ്ടിയെന്ന് പറയുമ്പോട്ടാ. ഇവിടുത്തെ ടൂറിസം ഓഫീസ് അടച്ചുവിട്ടാ. നമ്മളിത്തിരി നേരം വൈകുന്നുകൊണ്ട് വന്നപ്പോൾ ഫുള്ള് ഹമ്മർ നോക്കിയാ കലക്കില്ലേ. ഈ ഹമ്മറിൽ നമുക്ക്
ഗ്രാൻഡ് കാനിയോൺ സൈഡിലേക്കൊക്കെ യാത്ര ചെയ്യടാ. അന്നേരം നമുക്ക് അടുത്ത സ്റ്റെപ്പ് പിടിക്കാം. ഇവിടെ അപ്പുറത്തൊക്കെ നല്ല വമ്പ ഹോട്ടലുകളാടാ. ഒരു മെക്ഡോണൾസ് കാണാണ്ട്. മെക്ഡോണൾസിൽ എടുക്കേണ്ടി വരും നമ്മള് രാത്രി. ക്യാമ്പ് ഗ്രൗണ്ടിൽ സാധാരണ ഉണ്ടാവണ്ടാണല്ലോ അല്ലേ, എന്താണോ ഇവിടെ രാത്രി എടുത്തില്ല എന്ന് അവര്. ഗ്രാൻഡ് കാനിയോൺ ട്രേഡിംഗ് പോസ്റ്റ് ആണ് ഇതിന്റെ പേര്. നമുക്ക് ഇതിന്റെ ബാക്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ നോക്കാം. നമ്മൾ കുറെ സാധനങ്ങൾ മേടിക്കാനും പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട് കണ്ടിട്ട്. ഇതിന്റെ ബാക്കിലാണ് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. അവിടെ കുറെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടോ. ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം ബുദ്ധിപരമായിട്ട്. പിന്നെ വരണടുത്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മളെത്തി. ഇന്ന് ഭയങ്കര ക്ഷീണം കേട്ടോ. ഇന്ന് നമ്മള് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണ്ടേ. ഞാൻ നേരെ ഒന്നും ആണെങ്കിൽ എടുത്ത് കഴിച്ചൂല, മേടിച്ചൂല. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള മൂട് പിടിക്കാം. ഈ മാക്ഡോണൾസ് കഴിച്ച് വയ്യണ്ടായി. ഭയങ്കര വില, എല്ലാ സാധനങ്ങളും ഭയങ്കര വില. $10-15 അപ്പൊ നമ്മുടെ ട്യൂണയുടെ സംഭവം, പിന്നെ അതേപോലെ ചോറ് വെക്കാം. നമുക്കിന്ന് ചോറ് വെച്ചിട്ട് കുറച്ച് അച്ചാറ് കൂട്ടിയിട്ട് കലക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് സെറ്റിൽമെന്റ് ആവണ്ടേ. നമുക്കിന്ന് നമ്മുടെ 18ാമത്തെ അടവ് നമ്മൾ പുറത്തേക്ക് എടുക്കണടാ. കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളൊരു വെറൈറ്റി റൈസ് കുക്കിംഗ് നമ്മൾ കാണിക്കാം. ആൾക്കാർ നമ്മൾ സെല്ലയുടെ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ തുറുപ്പ് ചീട്ട് ഇന്നത്തെ എന്താണെന്ന് അറിയോ, നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ഐറ്റം നമ്മൾ ഇറക്കാൻ പോവാം. അതുകൊണ്ടാ നമുക്ക് 12 വാട്ട്സിൽ ചോറ് വയ്ക്കാം. ചൂണ നമുക്ക് പരീക്ഷിക്കാം. അതും ചൂണ നമുക്ക് മറ്റേ ഇതായിട്ടുണ്ട്, നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ചൂണുണ്ട്, പിന്നെ സ്വല്പം അച്ചാറുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് വർക്ക് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ റൈസ് വെച്ച് കഴിഞ്ഞാൽ റൈസ് വേവെന്നാണ് പറയാം കേട്ടോ. റൈസ് നമുക്ക് ഇത്തിരി കൂടുതലും കേട്ടോ. നടന്നു പോകാൻ ഓക്കെ. അതിനനുസരിച്ച് ഒന്ന് കൈയെടുക്കാം. ഞാനിവിടെ വന്നത് ലൂക്കാരനെ വിളിച്ച് പറഞ്ഞു ഇവിടെ സെറ്റ് ആയത്. പക്ഷേ ആള് പറഞ്ഞത് ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മാക്ഡോണൾസിൽ എവിടെയും നമുക്ക് കയറി കിടക്കാം. ഇവിടെ വേറെ വണ്ടികളൊന്നും കാണാനില്ല. ഇവിടെയുള്ള വണ്ടികളെന്ന് പറയാറോ, വീടില്ലാത്ത ആൾക്കാർ വണ്ടിക്ക് മേടിച്ച് താമസിക്കില്ല. അങ്ങനത്തെ ഒരു ഏരിയ ആണ് മൊത്തം കാണുന്നത്. വേറെ പുതിയ വണ്ടികളും അല്ലെങ്കിൽ പുതിയ കാറുകളൊന്നും നമുക്കിവിടെ കാണാനില്ല. നമുക്ക് കാര്യം ചെയ്യാം, ചോറ് അടുപ്പത്ത് കയറ്റാം. അടുപ്പത്ത് ഇത് 12 വാട്ട്സിൽ വർക്ക് ചെയ്യണമെന്ന് അറിയണ്ടേ. 12 വാട്ട്സിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്ക് നോക്കട്ടെ കേട്ടോ. നമുക്ക് വണ്ടി അടച്ചിട്ട് പതുക്കെ ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. ഇത് ഇത്ര സേഫ് അല്ലാത്തൊരു ഏരിയ ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പാത്രത്തിൻ്റെ ബാക്കിൽ തുറന്നിട്ട് കുത്താം. പതുക്കെ ഈ സാധനം ഇവിടെ കുത്തി കൊടുക്കട്ടോ. ലൈറ്റ് ഓൺ ആക്കി നോക്കിയേ, ഓണായില്ലോ. നമ്മുടെ ചോറാവട്ടെ. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എന്തെങ്കിലും മാറ്റിട്ടാ. ലൈറ്റും ആയിട്ടൊക്കെ കാണാണ്ട് വണ്ടിയിൽ വരാണ്ട്. അപ്പൊ നമ്മൾ ഇത്തിരി വെളിച്ചുള്ളടത്തേക്ക് നീക്കിയിട്ട് വണ്ടി അപ്പുറത്ത് ഒരു ക്യാമ്പറിന്റെ അപ്പുറത്ത് ഒരു കാറുകാരുണ്ട്. അപ്പൊ അത് കാരണം കാറുകാരൻ്റെ എങ്ങനത്തെയാന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഇടുന്ന് നോക്കാം. എന്തായാലും ചോറ് വെവുണ്ട്. ചോറ് വന്നിട്ട് നമുക്ക് കുറച്ച് ട്യൂണ മേടിച്ചിട്ട് നമ്മള് ട്യൂണും ബാക്കിൽ അച്ചാറുണ്ട്. അച്ചാറും കൂട്ടിട്ട് ഇന്നത്തെ ഭക്ഷണം ഗംഭീരാക്കാം. വീണ്ടും അപ്പൊ ഞാൻ ഈ ലൊക്കേഷൻ ഞാൻ കൊണ്ടിട്ടിരിക്കും. അപ്പൊ സാന്റപ്പിന് ഇപ്പൊ ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഗ്രാൻഡ് കാനിയൻ വിസിറ്റർ സെന്റർ. അതിന്റെ അവിടെ തന്നെ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് പോലെ ഉണ്ട്. റൈറ്റ് സൈഡിൽ തന്നെ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് പോലെ ഉണ്ട്. അപ്പൊ ആ റോഡിന്റെ അങ്ങേ സൈഡിൽ തന്നെ ഉള്ളൂ. അവിടെ ധൈര്യമായിട്ട് വണ്ടി പാർക്ക് ചെയ്തു. അവിടെ ഒരു ആരും ഉപയോഗിക്കില്ല. പിന്നെ അവിടെ രാവിലെ ആ ക്യാമ്പ് സെന്റർ തുറക്കുന്ന സമയത്ത് പിന്നെ അവിടെ ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാതെ അവിടെ തന്നെ ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം. ഗ്രാൻഡ് കാനിയനിലോട്ട് കയറാനായിട്ടുള്ള ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം. അപ്പൊ അവിടെ തന്നെ പാർക്ക് ചെയ്തു. അതാണ് ഇപ്പൊ നല്ല സ്പോട്ട്. പിന്നെ അതിന്റെ ചുറ്റും റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ റിസ്ക് എടുക്കണ്ട. ലുക്കടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വാക്കില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ചോറായിട്ട് കേട്ടോ. നമുക്കത് ഊരാൻ പോകുന്ന എന്തായാലും 12 വാട്ട്സിന്റെ സാധനം ഹെവി സാധനം കേട്ടോ. അങ്ങനെയാണ് സക്സസ് ആവാണെങ്കിൽ പൊരിഞ്ഞു. നമുക്ക് തുറന്നു നോക്കാം എന്തായി റൈസ് എന്ന് അറിയാം. ചിന്തിക്കുക കറക്റ്റാണോ കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാനെ. നല്ല ചൂട് ചോറിട്ടാ. നല്ല സക്സസ് ആണല്ലോ അല്ലേ. നമുക്ക് നാളെ ഉച്ചയ്ക്കും കൂടിയും കഴിക്കാം. ഇത് പകുതി കയറുള്ളത് കുറെ നമുക്ക് ഫുള്ളായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പകുതി എടുത്തിട്ട് നമുക്ക് കുറച്ച് ചൂണുണ്ട് ഇവിടെ. ചൂണ നമുക്ക് ഇതിലിട്ടിട്ട് കുറച്ച് അച്ചാറും സംഭവം കൂട്ടിയിട്ട് കഴിക്കാം. വാട്ട് എ ഹെൽത്തി ഫുഡ്സ് ആണ് പാൻ. നമുക്ക് അച്ചാറ് ജിമ്മിച്ച് വരുമ്പോൾ അച്ചാറ് കൂടെ നമുക്ക് കഴിച്ചെടുക്കാം. പൊട്ടിക്കാൻ കത്തി വേണ്ട, കുഞ്ഞു കത്തി മതി ഇവിടെ. അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് എടുത്തിട്ട് വയറ് മയാണല്ലോ അല്ലേ. നാളെ നമുക്ക് ലൂക്കാണ്ട് അവിടെ പോയിട്ട് വേണം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി സെറ്റ് ആവണേ കേട്ടാ. ഓക്കെ, ചൂടോട്ടെ മോനെ. നിലത്ത് കളയാണ്ട് എടുക്കട്ടെ സാധനം. ഇപ്പം നീ സ്പൂൺ എടുക്കാൻ മറന്നില്ല നമ്മള്. നല്ല ചൂട് ചോറിട്ടാ. എല്ലാം കൂടി വീണിരിക്കോ, കുറച്ച് വേണം മതി. ഓക്കെ മതി, അടച്ചു വെച്ചോ.
ആൾക്കാരൊക്കെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നോക്കണ്ടോ, നല്ല കലക്കൻ ചോറ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കുറച്ച് അച്ചാർ എടുക്കട്ടോ. വെള്ളമായി എന്തൊക്കെ തരണോ, നല്ല പാക്കിങ് കേട്ടോ, ചെറിയ പാക്കിങ് ആ, ജിമ്മിച്ചൻ പാക്കിങ് കേട്ടോ. കട്ട് മാംഗോ പിക്കിള് നല്ല സാധനം കേട്ടോ. ഈ മാംഗോ പിക്കിളും ചോറുണ്ടെങ്കിലേ വായയിൽ ഇങ്ങനെ വെള്ളം വരാട്ടോ. ഇറച്ചി കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മീൻ കിട്ടാത്തതുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ. അങ്ങനെ റീലാണ് ശരിക്കും. കുറച്ച് അച്ചാറും ചോറും പിന്നെ ചൂണ പൊട്ടിച്ചില്ല നമ്മൾ, ചൂണ പൊട്ടിക്കണം നമുക്ക്. നമ്മൾ അമേരിക്ക എന്ന റിച്ച് രാജ്യത്താണെങ്കിലേ നമ്മൾ റിച്ചാട്ടോ. അങ്ങനെ പറഞ്ഞ് പഠിക്കണമെന്ന് പറയണല്ലോ അപ്പൻ. ആ ചെത്തുമാങ്ങയുടെ മണുണ്ടല്ലോ, ഉഫ്, ചോറ് കൂട്ടി ഞാൻ മരിക്കും. ഇങ്ങനെ തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഇത് പോരാണ്ട് വന്നാലും നമുക്ക് ഈ സാധനത്തിന് ഇവിടെ നിന്ന് പതുക്കെ തൽക്കാലത്തേക്ക് ഇവിടേക്ക് വയ്ക്കാം, സേഫായ സ്ഥലത്തേക്ക് വയ്ക്കാം, വീഴാത്ത രീതിയിൽ. ഇനി അതിലേക്കാണ് നമ്മുടെ അടുത്ത അഭ്യാസം. ചൂണയ്ക്ക് നമ്മൾ ടൂൾ ഇറക്കണ്ടേ. നമ്മൾ ചൂണയ്ക്കുള്ള ടൂൾ എടുത്തു. കാലും കൈ പൊടിയാണ്ടെന്നാ മതിയായിരുന്നു ഈശ്വര. പൈസ ലാഭിച്ച് ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരും. ഞാനപ്പാ നമുക്കൊരു പോയിന്റ് കിട്ടിയാൽ മതി. നമ്മൾ തൃശ്ശൂരുകാരല്ലേ, ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി, നമ്മൾ കയറി അടിക്കട്ടോ. നമ്മൾ ചൂണനെ ടൂണ വലിയ മോശമൊന്നുമില്ല കേട്ടോ. ടൂണയുമുണ്ട്, അത്ര ഹെൽത്തി അല്ല, എന്നാലും നമുക്കൊരു മീറ്റ് എന്നൊക്കെ പറയണ പോലെ. അപ്പം നമ്മുടെ ചോറ് റെഡി ആയിരിക്കട്ടെ. ചോറ് അച്ചാറും ടൂണയും കൂട്ടിയിട്ട് ഒരു പിടുത്തട്ടാ. എന്ത് മാക്ഡോണൾഡ്സ് ചിന്തിക്കാൻ പറ്റുമോ? ചോറ് നല്ല വേവായിട്ടാ. ചോറിന് ഇത്ര വേവൊന്നും വിചാരിച്ചില്ല. നല്ല ഹോമിൽ നമ്മുടെ നാട്ടിലത്തെ അച്ചാറായാനാ ഈ നമുക്ക് നാട് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ നാട് ഫീൽ ചെയ്യില്ല. കലക്കൻ കോമ്പിനേഷൻ. ഇത് ചോറ് തന്നെ എടുക്കേണ്ടി വരില്ല ചാ. എത്രയൊക്കെ പുറത്തുനിന്ന് കഴിച്ചാലേ ഈ കഴിക്കണേ മാനസിക സംതൃപ്തി ഒരിക്കലും ഇല്ലടാ. വീട്ടിൽ അമ്മ വാരി തരുന്ന പോലത്തെ കേസാ. ഇനി എന്തുണ്ടായാലും നമ്മൾ വെച്ച് കഴിക്കാൻ പോട്ടാ. 2 രൂപ കൂടിയാൽ കുഴപ്പമില്ല. ബീഫ് വാങ്ങി ചിക്കൻ വാങ്ങിയിട്ട് വലിയ ആവശ്യത്തിലൊക്കെ പറയുമെങ്കിലും 2 രൂപ കൂടി തന്നെ. എന്നാലും നമ്മൾ കുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി. റൈസ് നമുക്ക് സക്സസ് ആയ സ്ഥിതിക്ക് നമ്മൾ കുക്കിംഗ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും.